ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. നമ്മളുടെ റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഒരാളുടെ ജീവിതത്തിലെങ്കിലും മാറ്റമുണ്ടായാൽ അതിൽ വലിയ സന്തോഷിക്കേണ്ടവരല്ലേ നമ്മൾ. കോഴിക്കോട് വിധവയായ ഒരു വീട്ടമ്മയുടെ വീട്ടിലേക്ക് തടസ്സമായ മതിലുകൾ, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ആ മതിലുകൾ തകർത്ത് വഴിയൊരുക്കിയിട്ടുണ്ട് നാട്ടുകാർ. കൊടുവള്ളി മോഡേൺ ബസാർ സ്വദേശിനി അനീസുമ്മയുടെ വീടിന് 4 ചുറ്റും അയൽവാസികൾ മതിൽ കെട്ടി ഉയർത്തിയിരുന്നു. അതങ്ങനെ നടവഴി അടച്ചു എന്നൊരു റിപ്പോർട്ട് നമ്മുടെ റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്, സിനോജ് തോമസ്. ആ വാർത്ത ചർച്ചയായതോടെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിൽ പൊളിച്ചു. താൽക്കാലിക പരിഹാരമായെങ്കിലും അടിയാധാരത്തിലുള്ള വഴിക്കായുള്ള കാത്തിരിപ്പിലാണ് അനീസുമ്മ. കണ്ടത് വീട്ടിലേക്ക് കയറാനും ഇറങ്ങാനുമായി ഒരു വഴിക്ക് വേണ്ടി കഴിഞ്ഞ 9 വർഷമായി അനീസുമ്മ കയറിയിറങ്ങാത്ത സർക്കാർ സംവിധാനങ്ങളില്ല. ഒടുവിൽ റിപ്പോർട്ടർ TV അനീസുമ്മയുടെ നിസ്സഹായാവസ്ഥ നാടിനെ അറിയിച്ചു. കേസ് കൊടുക്കാൻ എനിക്ക് ആളില്ല, ഞാൻ സ്വന്തമാണ് ഈ വീട്ടിലുള്ളത്. അതിനെ കൊണ്ട് കേസിലൊന്നും പോകാൻ ചെയ്യാവൂല. അതുകൊണ്ട് പിന്നെ ഞാൻ കേസൊന്നും കൊടുക്കാൻ പോയില്ല. പോകാൻ വരാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരാൾ സാധനമായി കൊണ്ട് തരാനില്ല. ഞാൻ തന്നെ പോകണം. സുഖമില്ലാണ്ടായ പുറത്തിറങ്ങാനായില്ല, രാത്രി ഞാൻ പുറത്തിറങ്ങാനായില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അനീസുമ്മയുടെ സങ്കടം നാട്ടുകാരുടെ കണ്ണു തുറപ്പിച്ചു. മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. മഹല്ല് കമ്മിറ്റി യോഗം ചേർന്ന് അയൽവാസിയുടെ സമ്മതത്തോടെ വഴി തുറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മനുഷ്യബന്ധങ്ങളെ അകറ്റി നിർത്തിയ മതിൽക്കെട്ട് പൊളിച്ച് വഴിയൊരുക്കി. എല്ലാവരും ഇടപെട്ടിയും ആർക്കും ചെയ്തു തരാൻ കഴിഞ്ഞില്ല. ഇപ്പം എല്ലാവരും ഇടപെട്ട് ആക്കി തന്നു, പൊട്ടിച്ചൊക്കെ തന്നു. അതിൻ്റെ മുന്നേ എല്ലാവരും ഞാൻ ഇടപെട്ടിട്ടു ആർക്കും ആക്കി തരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം എല്ലാവരും കൂടി ആക്കി തന്ന് അത് എനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. ആക്കി കിട്ടിയാൽ തൽക്കാലത്തൊക്കെ ഉള്ള വഴിയല്ലേ കിട്ടിയുള്ളൂ, അത് പോരെയല്ലോ. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് വിൽക്കണമെങ്കിൽ എൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക് ഇവിടെ വിൽക്കണമെങ്കിൽ വഴിയാണല്ലോ. അതിപ്പോൾ എനിക്ക് ഇതിനോണ്ട് വെക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ ആധാരത്തിലുള്ള വഴി കിട്ടണം. ഒരു MLA മാരും വലിയ പള്ളി കമ്മിറ്റിക്കാരും നാട്ടുകാരും എല്ലാം കൂടി ചേർന്നിട്ട് താൽക്കാലത്തേക്ക് ഒരു വഴിയാക്കി തന്നെയാണ്. അതും വേറൊരാളെ സ്ഥലത്തു കൂടിയാണ് പിന്നെയും ഇങ്ങോട്ട് കയറുന്നത്. അത് അവരവിടെ അടിച്ചാൽ ഞാൻ പിന്നെയും ബുദ്ധിമുട്ടാകും. എനിക്കെൻ്റെ നീതിപരമായിട്ടുള്ള വഴിക്ക് കിട്ടണം. അടിയാധാരത്തിൽ പറയുന്ന വഴി കണ്ടെത്താൻ സർവേ നടത്താനാണ് തീരുമാനം. പ്രധാന ഘടകം റിപ്പോർട്ടർ ചാനലിന്റെ വാർത്ത തന്നെയാണ് സ്ത്രീക്ക് വഴി കിട്ടാനുള്ള പ്രധാന കാരണം. റിപ്പോർട്ടർ ചാനൽ വന്നപ്പോഴാണ് വിഷയം ചർച്ചയ്ക്ക് വന്ന് വഴി താൽക്കാലികമായിട്ട് തുറന്നതാണ്, അത് പരിപൂർണമായിട്ടില്ല. പിന്നെ പേപ്പറുകളൊക്കെ പരിശോധിക്കാൻ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പരിശോധിച്ച് സർവേ നടത്തിയിട്ട് യഥാർത്ഥത്തിൽ ഇതിന് ഫുള്ളായിട്ടുള്ള വഴി കൊടുക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. ഇങ്ങനെയുള്ള ഒരു വഴിക്ക് വേണ്ടിയാണ് അനീസുമ്മ കഴിഞ്ഞ 9 വർഷമായി കാത്തിരുന്നത്. ഇനി മതിൽക്കെട്ടുകൾ കയറിയിറങ്ങാതെ അനീസുമ്മയ്ക്ക് ഇതുവഴി വീട്ടിലേക്ക് വരികയും പോവുകയും ചെയ്യാം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.